ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് ഈ കാണുന്ന റൂമുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഇതൊന്ന് റിനോവേറ്റ് ചെയ്യണമെന്ന്. ഞാനിങ്ങനെ ഒരു എഡിറ്റിംഗ് ട്രാൻസിഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എങ്കിൽ എഡിറ്റിംഗ് ട്രാൻസിഷൻ നമ്മളെ പരിപാടി നടന്നിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബെഡ് കോട്ടും ഒരു ബെഡ് മാട്രസും വാങ്ങാണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അതായത് നമ്മൾ കട്ടിലും കടക്കിയെന്ന് പറയും. ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കേൾക്കത്തല പോയി നോക്കാണ്, എന്തെങ്കിലും തടയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ പറയുന്നുണ്ട് ഒരു ആവറേജുള്ളത് മതി, എപ്പോഴേലും വന്ന് കിടക്കാനല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മളെപ്പോഴും എന്ത് ചെയ്യാന്ന് പറയും, കിടക്കുന്ന സമയത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം വാങ്ങണമെന്ന് വേണ്ട ഞാൻ ഇറങ്ങിയത്. പക്ഷേങ്കിൽ എത്തിപ്പെട്ട സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത്, ക്വാളിറ്റി മാത്രമല്ല പ്രൈസ് കൂടി നോക്കണം. എമ്മാര് വില വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു കട്ടിലെടുക്കണമെങ്കിൽ 12,000 13,000 ആണെങ്കിൽ അതിൻ്റെ കടക്കൊക്കെ എത്രയാണെന്നറിയാം, 15 17. ഭയങ്കര വില. അവസാനം ഞാൻ അടുത്ത കബോർഡിലുള്ള മിററിലൊക്കെ എന്ത് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു എന്നല്ലാതെ കാര്യമായിട്ട് വേറെ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം മടം ചോദിക്കേണ്ടത് എന്താ അമ്മക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്. അപ്പം അമ്മ ഭയങ്കര വിലയാണ്, എനിക്ക് നിലത്തിറന്നാൽ പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തല്ല, നിലത്തിറന്നാൽ കണ്ണടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്ത്, ഇമ്മൊരു കടക്കമ്മയും കട്ടിലും ഇരുന്നോണു, ഇപ്പം അപ്പുറത്തെ കടക്കയും കട്ടിലും ഇരുന്നോണു. രണ്ടാളും ഒന്നെങ്കിൽ ഇത് വാങ്ങാം അത് വാങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ കടന്ന കട്ടിലൊക്കെ കടക്കും കൂടി ടോട്ടൽ ഒരു 10-35,000 റുപ്യ എന്നാണ് ഇപ്പം അവിടെ നിന്ന് നീച്ചു പറഞ്ഞു. 10-35,000 റുപ്യക്ക് ഇത് മരിക്കാനല്ല മാത്രമല്ല പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞ് ഇന്ന് ഞാൻ പറഞ്ഞതെടുക്കാൻ. അങ്ങനെ അവസാനം നമ്മൾ ഉമ്മ പറഞ്ഞതെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോ എടുക്കണം അതിൽ ആക്ട് ചെയ്തിട്ട് മമ്മീൻ്റെ റിയാക്ഷൻ കണ്ടതാണ്. കണ്ടോ, ഒരു ഭാഗത്തേക്ക് കോടിയിട്ടൊക്കെ ഇടുമ്പോൾ ചിരിക്കണേ പുച്ഛമനഭാവം. പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേലേക്ക് കയറി പോവാണ്. ഇവിടുന്ന് 4-5 സ്റ്റെപ്പ് കയറണം മാട്രസ് എടുക്കണമെങ്കിൽ. കടക്ക നമുക്ക് എടുക്കണം, കട്ടിൽ നമ്മൾ സെറ്റാക്കിക്കണം. അങ്ങനെ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, 4-5 വട്ടം സ്റ്റെപ്പ് കയറിയിട്ട്, അതായത് 5 നില, 2-3 നിലയാണ്, നിലയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഫൈനലി നമുക്ക് സാധനം കിട്ടി. ഞാനത് നോക്കി വെച്ച സാധനം ഏകദേശം നമുക്ക് പ്രൈസ് റേഞ്ചിലും പിന്നെ കാണാനുള്ള ലുക്കിലും ഇരിക്കലിലും ഒക്കെ കുഴപ്പമില്ലാത്തൊരു സാധനം നമുക്ക് കിട്ടി. അങ്ങനെ മടി ചോദിക്കണം ഇനി എന്തെങ്കിലും വേറെ വാങ്ങണം വെച്ചപ്പം പറഞ്ഞു ഇനി ഇങ്ങോട്ടൊരു വരവില്ല, എനിക്ക് മാട്രസ് തൊട്ടൊന്നും വാങ്ങി തരാൻ പാടില്ല. ബിക്കോസ് ഇമ്മ കരുതി ഒരു 10-20 റുപ്യേൻ്റെ ഉള്ളിലാവുന്നതാണ്. പക്ഷേ അതിനെക്കാളും കൂടി ചെറുതായിട്ട്. ഇനി ഇവിടെ നല്ല കപ്പുകളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ മിററുകളുണ്ടോ എന്നെ കാണുന്നുണ്ട്. ആ മിററിൻ്റെ വൈറ്റ് കൊണ്ടൊന്നും എന്നെ കാണാൻ ഒന്നുകൂടി ബ്യൂട്ടിയാണ്. പിന്നെ ഈ കാണുന്ന കപ്പൊക്കെ വിൽക്കാൻ വെച്ചാട്ടോ ഒന്നും നമുക്ക് ഫ്രീ ആയി തരില്ല, എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കും. അങ്ങനെ മമ്മി പപ്പി കൂടി ബില്ലിന് വെയിറ്റ് ചെയ്യണം. ഫൈനലി മൂപ്പര് ബില്ലെന്ന് നിങ്ങളത് അടച്ചാൽ മതിയാണ്. അങ്ങനെ പറഞ്ഞു ഈ അടച്ചിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പോവാം. അങ്ങനെ നമ്മളതെല്ലാം അടച്ചിട്ട് നേരെ പോവാണ്. എവിടേക്ക്, നല്ല മഴയുണ്ട്. അപ്പം നമ്മളൊരു വെള്ളം കുടിക്കാൻ പോവാണ്. പപ്പ പറഞ്ഞു പപ്പക്ക് വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ അതും പിന്നെ ഈവനിങ്ങിന് സ്നാക്സും ബേക്കറിയൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കി എന്ത് ചെയ്യണം വാങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം നമ്മളൊന്നും കുടിക്കണ്ടെന്ന് കരുതിയത്, പക്ഷെ മഴയായിട്ടും ഭയങ്കര ദാഹം. അപ്പം മമ്മി പറഞ്ഞു നമുക്ക് 2 ലേം പിടിക്കാൻ. മമ്മിയല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബേക്കറിയും അതേപോലെ സ്നാക്സ് വാങ്ങിയിട്ട് നമ്മൾ നേരെ വണ്ടി കയറി. സംഭവം നമുക്ക് മാട്രസും അതുപോലെ തന്നെ ബെഡ് കോട്ടൊക്കെ കിട്ടി കഴിഞ്ഞിരിക്കണേ. ഇനി നമ്മൾ പരിപാടി അറിയുന്നത് എന്താണ്, വീട്ടിൽ പോവാം. ഓലൊരു വൈകുന്നേരം മരീബി ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യുക, കൊടുന്നേരാന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് അതിൻ്റെ ഇതിലോ ടെൻഷൻ വേണ്ടല്ലോ, ഓലെന്നെ വന്ന് ഓലെന്നെ ഫിറ്റ് ചെയ്ത് തരുമല്ലോ. പിന്നെ നമ്മളെന്തിനാ ദെൻ വൈ വി വെറീഡ് അബൌട്ട് ദിസ്. എനിവേ അത് കഴിഞ്ഞിട്ട് പപ്പൻ്റെ കാറിന് ടയറ് കാറ്റ് കമ്മിയാണ് പറഞ്ഞിട്ട് നമ്മൾ കാറ്റടിക്കാൻ പോയതായിരുന്നു. കാറ്റടിക്കാൻ എന്തില്ല, അവിടെ ആളില്ല. മൂപ്പര് എന്തോ ലൈനിൽ പോയതാത്രേ. പിന്നെ ഇപ്പം നമുക്ക് കാറ്റടിക്കാൻ അറിയില്ലല്ലോ, കാറ്റടിക്കാൻ നമുക്ക് അറിയെങ്കിൽ നമ്മൾ തന്നെ അടിക്കും. അങ്ങനെ പപ്പ ശശിയായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ വീട്ടിൽ പോവാണ്. അങ്ങനെ ഫൈനലി മൈരിബിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കണം. ഓല് വിളിച്ചിന് എവിടെ നിങ്ങളെ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിവിടെ ചെലമ്പിലക്കൈയാണെന്ന് പറഞ്ഞിട്ട് ഓലങ്ങനെ എത്തി. നമ്മളെ റൂമിൽ എന്ത് ചെയ്തു, നമ്മൾ കട്ടിലെന്ത് ചെയ്തു സെറ്റാക്കി വെച്ചിക്കണ്. ഇനിയൊക്കെ കടക്ക അതും വാങ്ങിക്കണേ. ദാ അവിടെ കടക്കല്ലാതെ നമുക്ക് കണ്ണടിയില്ലല്ലോ. അങ്ങനെ നമ്മൾ കടക്കയും കട്ടിലും ഒക്കെ സെറ്റായി. സംഭവം നമ്മൾ ബെഡ് മാത്രമേ സെറ്റാക്കിയിട്ടുള്ളൂ, കാരണം ബെഡ് മാത്രമേ എനിക്ക് വാങ്ങി തന്നിട്ടുള്ളൂ അല്ലേ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, എനിക്ക് കുറച്ച് പ്ലാനുകളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മളതായ പ്ലാൻ വേണം. ഈ കാണുന്ന ടേബിളുണ്ടോ, ഇത് പിൻട്രസ്റ്റ് ടൈപ്പിൽ ഇതെന്ത് ചെയ്യും, വൈറ്റ് സ്റ്റിക്കർ കൊട്ടിച്ച് വളരെയധികം എന്താവും പിൻട്രസ്റ്റ് ആക്കാനാണ്. അപ്പം അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങളില്ല, അതൊക്കെ പോട്ടും. പിന്നെ ഈ കാണുന്ന കർട്ടൻ, അതിൻ്റെ ഒരു കണക്കിൽ ഇതൊരു ബീഞ്ചി അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറാക്കാനാണ് എൻ്റെ ആഗ്രഹം. ദിസ് ഓൾസോ ആൻഡ് ദ വാൾ. ഈ വാൾ ശരിയല്ല, എനിക്ക് ഈ വാൾ ഇഷ്ടമായിട്ടില്ല. ഇതിൻ്റെ ഒരു
ഇത് കണ്ടോ പണ്ടത്തെ ഒരു ടൈപ്പ് ഓഫ് വാളാണ്. സോ ഞാൻ ഈ വാള് ആക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം, വൈറ്റ്, ഫുൾ വൈറ്റ് പരിപാടിയാണ്, സ്റ്റിക്കർ. ഓക്കെ, പിന്നെ ഇയാൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കും എൻ്റെ കൂടെ, കളർ മാറ്റിയിട്ട് വൈറ്റ്. പിന്നെ ഇത് എന്ത് ചെയ്യും, ഇത് ഇവിടെ തന്നെ നമ്മൾ വെക്കും, ബിക്കോസ് ഇവിടെ നിന്ന് ഇത് മാറ്റാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക്, യുനോ ഈ ബ്ലാക്ക് കളറിലുള്ള കബോർഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതേമാതിരി വൈറ്റ് സ്റ്റിക്കർ അടിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ വൈറ്റ്. പിന്നെ ഈ കാണുന്നത് സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കും. ദാ ഈ കാണുന്നുണ്ടോ, ഇതിനെ കത്തിക്കും, അതെങ്ങനെയുണ്ട്. പിന്നെ ഇതിൻ്റെ ബെഡ്ഷീറ്റ് നമ്മൾ മാറ്റും, പിൻട്രസ്റ്റ് വൈബിലൊരു വൈറ്റ് ആക്കും. ഇവിടെ ഞാനൊരു പ്ലാന്റ് വെക്കും. ഈ ടേബിള് നമ്മൾ ഇവിടേക്ക് വെക്കും, ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്യും. ഇവിടെ 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 അവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഫ്ലവറൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വെക്കും. ആൻഡ് ഈ ലൈറ്റ് നമ്മൾ രാവിലെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇതാ ആ കാണുന്നുണ്ട്, ഇവിടെ 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 എ സി വെക്കും നമ്മൾ. പിന്നെ ഫാൻ ഇവിടെ നിന്നോട്ടെ, പഴയ ഓർമ്മകൾക്കുള്ള ഫാനാണ്. പിന്നെ എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ നമ്മളൊരു കാർപ്പറ്റ് വെക്കും. ഈ ഫ്ലോറിൻ്റെ ഇവിടെ നമ്മളൊരു കാർപ്പറ്റും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ പിന്നെ കാണോ ഈ കാണുന്ന ചുമരുണ്ടോ, ഇത് ഞാൻ പെയിൻ്റ് അടിക്കും. ഇത് ഞാൻ പെയിൻ്റ് അടിച്ചിട്ട് ഒന്നൊരു സെറ്റപ്പുള്ള സംഭവമാക്കും. ഇപ്പോൾ ഇത് എൻ്റെ കുട്ടികൾ ക്രാഫ്റ്റ് ആയിട്ടാണ്. ഇനി ഞാൻ എൻ്റെ കലാവിരുദ്ധത്തിൽ തെളിയിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ 2 സ്മോൾ പില്ലോസും ഞാനിവിടെ സെറ്റ് ചെയ്യും. അതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് ഓവറോൾ നമ്മളൊരു ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ആവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെന്താ വെച്ചാൽ ഇത് ആക്കിയെടുക്കാൻ നല്ല പണിയാടും. നമ്മൾ ഈ കരുതണ പോലെയല്ല, ഈ റിച്വൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്നറിയോ, ഈ വാളൊക്കെ കുട്ടികൾ അലമ്പാക്കിയാൽ, പിന്നെ ഇത് കുറച്ച് പണ്ടത്തെ വാളം, അപ്പം അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആകുമ്പോഴത്തേന് കുറച്ച് പൊട്ടും. പതിയെ എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം. നീ റിഹാനത്തുണ്ടല്ലോ, മദർ റേയമനോടൊന്ന് ചോദിച്ചേക്കണം കുറച്ച് ഫണ്ട് കൂടി ഇറക്കും, ഇല്ലേ ഞാൻ ഫണ്ട് ഇറക്കി ചെയ്യും. അതല്ലല്ലോ നമ്മുടെ വിഷയം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൂം സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ നേരെ പെരുന്തൽമണ്ണക്ക് പോവും. അപ്പോൾ ഈ റൂമിൽ ആരും ഉണ്ടാവില്ല എന്നല്ല, ഞാൻ വരും. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ സെറ്റപ്പ് ആക്കി റൂം ടോട്ടലി നമ്മളൊരു മാറ്റും. ഞാൻ ബിഫോർ വീഡിയോ ഒക്കെ അടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ബിഫോർ ഞാൻ അടുത്തതിനും ആഫ്റ്റർ ചിലപ്പോൾ എൻ്റെ ഒരു മൈൻഡ് അനുസരിച്ച് ചിലപ്പോൾ ലേസിയായി ഇതേപോലെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പ് ആക്കും എൻ്റെ ഒരു മൈൻഡിലുണ്ട്. അപ്പം നമ്മൾ റൂം മേക്ക് ഓവർ വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പം അതുവരെ ബൈ.